പ്രധാനമന്ത്രിയെ കാണാനൊക്കെ ആയിട്ടുള്ള ആളുകളും ഇങ്ങനെ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടോ? എങ്ങനെയാണ് അവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്ന തിരക്കും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ? ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിനപ്പുറത്തേക്ക് മോദിയെ കൂടി ദർശിക്കുക അല്ലെങ്കിൽ മോദിയെ കൂടി കാണാനുള്ള അവസരം അവർക്ക് ഇന്ന് ലഭ്യമാവുകയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് അവിടെയുള്ള ആളുകളുടെ പ്രതികരണമൊക്കെ നമുക്ക് ലഭ്യമാവുമോ ഈ സമയത്ത്? ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സുരേഷ് ഗോപിയും കുടുംബവും അതോടൊപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികളും താമസിക്കുന്ന ഹോട്ടലിന് മുന്നിലാണ്. അവരിപ്പോൾ ഇവിടെ നിന്ന് 6:30 കഴിയുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുമെന്നാണ് അറിയുന്നത്. പക്ഷേ ഈ മറ്റ് സ്ഥലങ്ങൾ ഇപ്പോൾ കൊച്ചിയിലൊക്കെ റോഡ് ഷോ നടന്നപ്പോൾ ധാരാളം ആൾക്കാർക്ക് പ്രധാനമന്ത്രിയെ നേരിൽ കാണുന്നതിന് അവസരമുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു അവസരം തൃശ്ശൂരിലെ ഈ പരിപാടികളുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജിൽ ഹെലികോപ്റ്റർ ഇറങ്ങി അവിടെ നിന്ന് റോഡ് മാർഗം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിവക്കിലൊന്നും പ്രവർത്തകരെ അനുവദിച്ചിട്ടില്ല. കൊച്ചിയിൽ അത് റോഡ് ഷോ ആയിട്ട് നടത്തിയത് കൊണ്ടാണ് ഇത്രയധികം ആളുകളെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചത്. പക്ഷേ തൃശ്ശൂരിൽ അങ്ങനെ ഒരു റോഡ് ഷോ ആയിട്ടല്ല അദ്ദേഹം ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ യാത്ര ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർക്ക് നേരിൽ കാണാനുള്ള അവസരം ഈ നിലവിലില്ല. എന്തായാലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കും വളരെ വലിയ തോതിൽ, അതായത് സാധാരണ ഉള്ള തിരക്ക് പ്രധാനമന്ത്രി സന്ദർശന സമയത്ത് ഉണ്ടാകാനിടയില്ല. ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് നിയന്ത്രിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വിരളം ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. പ്രധാനമന്ത്രി ഏകദേശം 1 മണിക്കൂർ കൂടുതൽ ഈ ക്ഷേത്രത്തിൽ ചിലവഴിക്കുന്നുണ്ട്. ആ സമയത്ത് വളരെ നിശ്ചിത എണ്ണം ഭക്തരെ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളെ അനുവദിച്ചിട്ടുണ്ട്. ഏകദേശം 30ഓളം ദമ്പതികളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആശീർവദിക്കുന്നത്. ആ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും പ്രധാനമന്ത്രിയെ നേരിൽ കാണാനുള്ള അവസരം ഉണ്ടാവുക. ഹെലിപ്പാഡ്, ഈ പ്രധാനമന്ത്രി ഇറങ്ങുന്ന ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ കുറച്ച് BJP പ്രവർത്തകർക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റു സ്ഥലങ്ങളിലൊന്നും നിലവിൽ ആരെയും അനുവദിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും BJP പ്രവർത്തകരെ സംബന്ധിച്ച് വലിയൊരു ആവേശം തന്നെയാണ്. കാരണം ഇത് 2 ആഴ്ചക്കിടയിൽ 2ാം തവണ പ്രധാനമന്ത്രി എത്തുന്നു. അപ്പോൾ തൃശ്ശൂരിന് എത്രത്തോളം പ്രാധാന്യം പ്രധാനമന്ത്രി നൽകുന്നു എന്നുള്ളത് എടുത്തു പറയുകയാണ്. അപ്പോൾ ആ ആവേശം BJP പ്രവർത്തകരിലുണ്ട്. തൃശ്ശൂരാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യം വെക്കുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ കൂടുതൽ പ്രചാരണം നടത്താനാണ് BJPയുടെ തീരുമാനം. അങ്ങനെയാണ് പ്രധാനമന്ത്രി വീണ്ടും തൃശ്ശൂരിലേക്ക് എത്തുന്നത്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനാണ്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അരുൺ നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ദൃശ്യങ്ങളിൽ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവർ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവരൊക്കെ